ഈ വർഷത്തെ ബാലൻ ഡി ഓർ പുരസ്കാരത്തിനുള്ള 30 താരങ്ങളുടെ പ്രാഥമിക പട്ടിക ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിട്ട് കഴിഞ്ഞു. 2 പതിറ്റാണ്ടിനിടെ ആദ്യമായി മെസ്സിയും റൊണാൾഡോയും പട്ടികയിലില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പട്ടികയിൽ സ്പാനിഷ് യുവതാരം ലാമിൻ യമാൽ 10ാം സ്ഥാനത്താണ് ഇടം നേടിയത്. യമാൽ ബാലൻ ഡി ഓർ നേടാനുള്ള സാധ്യതകളെക്കുറിച്ച് അർജന്റീൻ ഇതിഹാസം മെസ്സി പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം മെസ്സി തൻ്റെ 8ാം ബാലൻ ഡി ഓർ അവാർഡ് നേടിയതിനു ശേഷമായിരുന്നു യമാലിനെ പറ്റി സംസാരിച്ചത്. മെസ്സിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത്. വരും വർഷങ്ങളിൽ ബാലൻ ഡി ഓറിനായി മത്സരിക്കാൻ കഴിയുന്ന യുവതലമുറയിൽ മികച്ച താരങ്ങളുണ്ട്. ഹാലൻഡ്, എംബാപ്പെ, വിനീഷ്യസ് തുടങ്ങിയ ആളുകളുണ്ട്. ഇവരിൽ ആര് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബാഴ്സലോണയുടെ പ്രധാന താരങ്ങളുടെ ഒരാളായ ലാമിൻ യമാൽ ഭാവിയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ബാലൻ ഡി ഓറിനായി പോരാടുകയും ചെയ്യും. ഫുട്ബോളിൽ മികച്ച കഴിവുള്ള താരങ്ങൾ എപ്പോഴുമുണ്ട്. അവർക്കത് ആസ്വദിക്കാനുള്ള സമയം വരുമെന്നും മെസ്സി അഭിപ്രായപ്പെട്ടു. യൂറോ കപ്പിൽ സ്പെയിൻ്റെ കിരീട നേട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച താരമാണ് യമാൽ. ഈ ടൂർണമെൻറ്റിൽ 6 മത്സരങ്ങളിൽ നിന്നും 1 ഗോളും 4 അസിസ്റ്റുമാണ് സ്പാനിഷ് യുവതാരം നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.